students, today we will learn an important concept about chemistry. We will learn our easy and simple methods. Water is a universal solvent. ജലം ഒരു സാർവത്രിക ലായകം. നമുക്ക് പഠിച്ചാലോ? Water is capable for dissolving more substances than any other liquid. Water does not dissolve non-polar molecules. അതായത് ജലത്തിന് മറ്റേതൊരു ലായകത്തെക്കാളും മറ്റു പദാർത്ഥങ്ങളുമായി പരിപൂർണമായി ലയിക്കാനുള്ള കഴിവുണ്ട്, അതായത് പ്രാപ്തിയുണ്ട്. ഇനി ജലം നോൺ പോളാർ തന്മാത്രകളുമായി, അതായത് ചെറു കണികകളുമായി ലയിക്കുന്നില്ല. Then the reason behind water is a universal solvent. നമുക്കിനി ജലം ഒരു സാർവത്രിക ലായകം എന്നതിനുള്ള കാരണങ്ങൾ അതൊന്ന് കണ്ടെത്തി നോക്കിയാലോ? അപ്പോ അതിന് പഠിച്ചു നോക്കാം. The reason is the bent molecule structure or shape makes it polar. It gives the oxygen atom have a partial positive charge and the hydrogen atoms have a partial positive charge. Then the partial charges attracts parts of polar molecules to dissolve them. അതായത് ജലത്തിന്റെ ആ ഒരു വളഞ്ഞ രൂപം, അതുകൊണ്ട് ധ്രുവീയ സ്വഭാവം ജലം കാണിക്കുന്നു. ഇനി ഓക്സിജൻ ആറ്റത്തിന് ഭാഗികമായ പോസിറ്റീവ് ചാർജും ഹൈഡ്രജൻ ആറ്റത്തിന് ഭാഗികമായ പോസിറ്റീവ് ചാർജ് ഇതുണ്ടാകുന്നു. കൂടെ ഭാഗികമായ ഈ ചാർജുകൾ പരസ്പരം ആകർഷിക്കുന്നു. അങ്ങനെ ധ്രുവീയ തന്മാത്രകൾ ജലത്തിൽ ലയിക്കുന്നു. Then water is a polar solvent. It has an uneven distribution of electron density. The positive and negative ends of water molecules are attracted to ions, allowing them to dissolve. അതായത് ജലം ഏകകേന്ദ്രമുള്ള ഒരു ലായകമാണ്. അതായത് ജലം ധ്രുവീയമാണ്. ഇലക്ട്രോൺ സാന്ദ്രതയുടെ വിതരണത്തിൽ ജലത്തിന് വ്യത്യാസമുണ്ട്. ഇനിയും പോസിറ്റീവ് നെഗറ്റീവ് അറ്റങ്ങൾ അയോണുകളുമായി ആകർഷിക്കപ്പെടുന്നു. ഇങ്ങനെ ജലം മറ്റൊരു ലായകവുമായി ലയിക്കാൻ പര്യാപ്തമാകുന്നു. The last one is water molecule polarity structure. ജലത്തിന്റെ ധ്രുവീയ തന്മാത്ര ഘടന. The oxygen atom, then the hydrogen atom. Oxygen atom have a partial negative charge, then the hydrogen atom have partial positive charge. Then we can see the bond angle length is 104.5 degree. എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞത്? രണ്ട് ഹൈഡ്രജൻ ആറ്റം ഒഴിവ് കണ്ടല്ലേ? അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിന് ഭാഗികമായ പോസിറ്റീവ് ചാർജുകൾ ഉണ്ടെന്ന് കണ്ടു. ഇനി ഓക്സിജൻ ആറ്റത്തിനോ ഭാഗികമായ നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഇത് തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ട് ചെയ്യുന്നു, പരസ്പരം ആകർഷിക്കുന്നു. ഇനി ഈ ജലതന്മാത്രയുടെ ബോണ്ട് ആംഗിൾ എത്രയാണ്? 104.5 ഡിഗ്രി. അപ്പോ ഇതൊക്കെയാണ് ജലത്തിന്റെ തന്മാത്ര ഘടന. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. Water is a universal solvent and the examples. In this video,
we discuss the examples based on water is a universal solvent. The daily life examples. ജലം ഒരു സാർവത്രിക ലായക. ഉദാഹരണങ്ങൾ അത് പഠിച്ചാലോ? വാട്ടർ dissolves solids, liquids and gaseous substances. Example: sugar and water, salt and water, then vinegar, then CO2, that is carbon dioxide, is dissolved in water and produces carbonated water. Then water-based drinks. Examples: lemonade, juices, tea, etc. അതായത് ജലം, ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിലുള്ള പദാർത്ഥങ്ങളുമായി ലയിക്കുന്നു. ഇനി ഇതിന് ഉദാഹരണങ്ങളാണ് പഞ്ചസാര വെള്ളം, ഉപ്പുവെള്ളം, വിനാഗിരി എന്നിവ. ഇനി CO2 എന്ന കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിച്ച കാർബണേറ്റഡ് ജലം ഉണ്ടാകുന്നു. അപ്പോ ആ ജലം നോക്കിയാൽ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? പത, ഒരു ചെറിയ പത ഉണ്ടാവില്ലേ? കടകളിൽ നിന്ന് വാങ്ങുന്ന കാർബണേറ്റഡ് സോഡകളൊക്കെ കണ്ടിട്ടില്ലേ? ഉദാഹരണം എന്താണ്? സോഡ. അതിലുള്ള ആ ചെറിയ പത, അതാണ് ആ കാർബണേറ്റഡ് ജലം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി അടുത്തത് ജലം ഉപയോഗിച്ചുള്ള പാനീയങ്ങൾ എന്തൊക്കെയാണ്? നാരങ്ങ വെള്ളം, ജ്യൂസുകൾ, ചായ, ഇതൊക്കെ ഉണ്ടാക്കുമ്പോ നമ്മൾ നിറച്ച് വെള്ളം ചേർക്കൂലേ? അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി കാര്യങ്ങളില് ഈ ജലം ഒഴിച്ചുകൂടാനാവാത്ത പങ്ക് വഹിക്കുന്നുണ്ട്.